എനിക്ക് ഏറ്റവും കൂടുതൽ ആൻസൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. ബസ്സിൽ കയറി ഇറങ്ങണ വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പണ്ട് മൈസൂർ പഠിച്ചിരുന്ന ടൈമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഏതൊരു വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് ബസ് കുറച്ചേരം നിർത്തിയിട്ടു. ഞാനൊഴികെ ബാക്കി എല്ലാവരും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബസ് എടുത്തു. ഇവരാണെങ്കിൽ എത്തിയിട്ടുമില്ല, വിളിച്ചിട്ട് എടുക്കണമില്ല. എന്നാൽ കണ്ടക്ടറിന്റെ അടുത്ത് എനിക്ക് പറഞ്ഞാൽ മതി, ഫ്രണ്ട്സ് വരാനുണ്ട്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ബട്ട് എത്ര ശ്രമിച്ചിട്ടും മൈൻഡിൽ ഞാൻ പറയുക എന്നല്ലാണ്ട് പുറത്തോട്ട് ഒരു വോയിസും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നെങ്കിലും എൻ്റെ മൈൻഡ് ഫുള്ള് പിന്നെ ഞാൻ എന്തുകൊണ്ട് കണ്ടക്ടറിനോട് പറയാൻ പറ്റിയില്ല എന്ന തോട്ടായി. ഇതൊരു സിറ്റുവേഷൻ മാത്രം. ഇതുപോലെ പല പല വെറൈറ്റി ബസ് ആൻസൈറ്റികൾ എനിക്കുണ്ട്. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതുകൊണ്ട് തന്നെ ബസ്സിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതും വളരെ കുറവാണ്. സാലറി കിട്ടുന്നതിൽ പകുതി ക്യാഷ് ഊബറുകാർക്ക് കൊടുത്ത് മടുത്തോണ്ട് ഇനി ബസ് മാത്രമേ ശരണുള്ളൂ എന്ന യാഥാർത്ഥ്യം ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കി. അങ്ങനെ ജോലിക്ക് കയറിയിട്ട് ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ ബസ്സിൽ പോണത്. എനിക്കൊരു ജോബ് ഉണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ദോ ഐ എം ഡൂയിങ് ഓൾ ദീസ് തിങ്സ്, സംതിങ് സ്റ്റിൽ ഫീൽ മിസ്സിങ്. ബട്ട് ഇന്ന് ഞാൻ ബസ്സിൽ കയറി പോയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ബ്രേക്കിംഗ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും ഒരു ബസ് കയറി പോകുന്നതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന്. ബട്ട് ഫോർ മീ, ഞാൻ കുറേ കാലമായിട്ട് ക്യാരി ചെയ്യുന്ന എൻ്റെ ആൻസൈറ്റികളിൽ ഒന്നാണ് ഞാൻ ഓവർകം ചെയ്യാൻ നോക്കിയത്. സോ ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദിസ് കൈൻഡ് ഓഫ് ആൻസൈറ്റി, ജസ്റ്റ് ഫേസ് ഇറ്റ്. ശരിയാണ്, ചില സമയത്ത് നമുക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയി തോന്നും, വേണോ അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് വൺസ് യു ഡു ഇറ്റ്, ഇറ്റ്സ് ഡൺ.